ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് പ്രഭാതം എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ യൂട്യൂബിൽ എൻ്റെ കൂടുതൽ വീഡിയോസും മാക്സിമം എൻ്റെ മെയിൻ ചാനലിൽ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഗപ്പീസിൻ്റെ ആൾക്കാരാണ്. ഗപ്പീസും അതുപോലെ വാട്ടർ പ്ലാന്റ്സും ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവർ എൻ്റെ ചാനലിൽ ചിലപ്പോൾ കാണുന്നവർ കുറച്ച് കോ ക്രിയേറ്റേഴ്സായിരിക്കും. കോ ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ തന്നെ വീഡിയോസ് ഇടാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ചാനൽ തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. മെയിനായിട്ട് നമ്മളിനി കുറച്ച് യൂട്യൂബ് റിലേറ്റഡ് കണ്ടൻറ്റാണ് എൻ്റെ ഈ ചാനൽ ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ചാനൽസൊക്കെ സേഫായിട്ടിരിക്കട്ടെ. ഏകദേശം ഒരു 10 വർഷത്തോളമായി എൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ ഒരു യാത്ര. അപ്പോൾ എനിക്ക് എൻ്റെ പല ചാനലിലും അടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് പേഴ്സണലി വന്ന കാര്യങ്ങളെ ഞാൻ പറയൂ, അല്ലാതെ അപ്പോൾ അവരുടെ പുതിയ അപ്ഡേറ്റോ അങ്ങനെ ഒന്നും ഞാൻ പറയില്ല. പേഴ്സണലി നമ്മളൊരു സാധാരണക്കാരനൊരു വ്യക്തിക്ക് നമുക്ക് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ മെയിനായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം, നമുക്ക് മെയിനായിട്ട് ഫസ്റ്റ് അടിച്ച് പോകാനുള്ള ഒരു മെയിൻ കാരണം, നമ്മളിപ്പോൾ ഗപ്പീസിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നവർ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ഗപ്പീസിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ ആ ഗപ്പിയെ കൂടുതൽ ആൾക്കാർക്ക് കാണാൻ വേണ്ടി കയ്യിലെടുത്ത് വയ്ക്കരുത്, ഗ്ലാസ്സിലൊന്നും ഇട്ട് കൂടുതൽ കാണിക്കരുത്. അതൊരു അനിമൽ വയലേഷനാണ്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വന്ന കാര്യം. എനിക്ക് ആ ഒരു കാരണത്തിലായാലും എൻ്റെ ഒരു ചാനൽ അടിച്ചു പോയിട്ടുണ്ട്. പിന്നെ 2-3 വീഡിയോസ് ക്ലെയിം വന്നിട്ടുണ്ട്, പല പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. എനിക്ക് ആ ഒരു കാരണത്തിലാണ് എനിക്ക് എൻ്റെ ഒരു മെയിൻ ചാനലിൽ എനിക്ക് യൂട്യൂബിൽ പ്ലേ ബട്ടൺ കിട്ടാത്തത് പോലും ആ ഒരു കാരണത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾ അത്യാവശ്യം നല്ല ലെവലിൽ കയറി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമുക്ക് പലതരത്തിൽ നമുക്ക് ഡിസെഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്ക് അതുണ്ടായ ഒരു ആ എഫക്റ്റ് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ചാനൽ അടിപൊളിയായിട്ട് വേറെ ലെവലാകുമ്പോൾ ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാൻ ചിലപ്പം കാണില്ല. ഞാനും ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഓരോരുത്തർ പോയി ചോദിക്കുമ്പോൾ അവരുടെ ഒരു മനോഭാവം നമ്മളെന്തോ അവരെ ഉപദ്രവിക്കുന്ന രീതിയിലൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേഴ്സണലി എനിക്കറിയാവുന്ന കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ ഇതുപോലെ യൂട്യൂബൊക്കെ അടിച്ചു പോകുന്നു എന്ന് പറയുന്നത് എനിക്കറിയാവുന്ന കുറേ ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഭാഗത്ത് ഞാൻ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഭാഗത്തല്ലല്ലോ യൂട്യൂബ് ഇതൊന്നും തന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അവർക്ക് ഞാൻ മാക്സിമം പറഞ്ഞു കൊടുക്കാൻ ഷെയർ ചെയ്യുക ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, കയ്യിൽ പിടിച്ചു വയ്ക്കരുത്. ഇപ്പോൾ നമ്മൾ വരുന്ന വീഡിയോസിൽ ഒരു മെയിൻ ലോങ് വീഡിയോ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരുന്നൊരു വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് നമ്മുടെ എൻ്റെ ആ ഒരു 10 വർഷത്തെ യൂട്യൂബ് ജേണിയിൽ എനിക്കുണ്ടായിട്ടുള്ള വന്നിട്ടുള്ള സ്ട്രൈക്ക് ക്ലെയിംസ് എന്തൊക്കെയാണെന്ന് മൊത്തം ഞാനൊരു കണ്ടൻറ്റ് ക്രിയേറ്ററിന് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ചാനൽ അടിച്ചു പോകും, അതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണം. ഓക്കെ, അതിൻ്റെ ഒരു മെയിൻ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ പുതിയ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഫുള്ളൊന്ന് വീഡിയോ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മാക്സിമം നിങ്ങളെ യൂട്യൂബ് സപ്പോർട്ട് ടീമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഹാക്കായി പോയി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ടീം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി എല്ലാം കൂടെ നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. എനിക്കറിയാവുന്ന ഒരു 10-15 പേരെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ചാനൽ റീഗെയിൻ ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് സെരൻ സൈനിങ് ഔട്ട്.